ലോകത്തിലെ പല പ്രദേശങ്ങളിലും ഇന്ന് മിന്നാമിനുങ്ങുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. ആഗോളതലത്തിൽ അവ വംശനാശം സംഭവിച്ചിട്ടില്ലെങ്കിലും നിരവധി പ്രശ്നങ്ങൾ കാരണം അവയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വരികയാണ്. ഏറ്റവും വിശ്വാസയോഗ്യമായ ഡേറ്റ പ്രകാരം അവയുടെ ഈ പ്രശ്നത്തിനുള്ള പ്രധാന കാരണങ്ങൾ: 1. ആവാസ വ്യവസ്ഥയുടെ നാശമാണ്. നഗരവൽക്കരണം, കാർഷിക വ്യാപനം, വനവൽക്കരണം എന്നിവ പുൽമേടുകൾ, വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ മിന്നാമിനുങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നു. പ്രജനനത്തിനും ലാർവാ വികസനത്തിനും മിന്നാമിനുങ്ങൾക്ക് പ്രത്യേക സാഹചര്യങ്ങൾ ആവശ്യമാണ്. ഈർപ്പമുള്ള അന്തരീക്ഷം, ഉയരമുള്ള പുല്ലുകൾ അല്ലെങ്കിൽ വനപ്രദേശങ്ങൾ. വികസനം പലപ്പോഴും ഈ പ്രദേശങ്ങളെ വൃത്തിയാക്കുകയോ അവയുടെ നിലനിൽപ്പിന് നിർണായകമായ ജലസ്രോതസ്സുകളെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നു. രണ്ടാമതായി പ്രകാശ മലിനീകരണമാണ്. തെരുവുവിളക്കുകളിൽ നിന്നും, കെട്ടിടങ്ങളിൽ നിന്നും, വാഹനങ്ങളിൽ നിന്നുമുള്ള കൃത്രിമ വെളിച്ചം മിന്നാമിനുങ്ങളുടെ ബയോലുമിനസെന്റ് ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്നു. ഇണകളെ ആകർഷിക്കാൻ മിന്നാമിനുകൾ അവയുടെ ഫ്ലാഷുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ അമിതമായ കൃത്രിമ വെളിച്ചം ഈ സിഗ്നലുകളെ തടസ്സപ്പെടുത്തുകയും ഇണചേരൽ വിജയം കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രകാശ മലിനീകരണം കനത്ത വെളിച്ചമുള്ള പ്രദേശങ്ങളിൽ മിന്നാമിനുകളുടെ പ്രവർത്തനം 70% വരെ കുറയ്ക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മൂന്നാമതായി കീടനാശിനി ഉപയോഗമാണ്. പ്രത്യേകിച്ച് വിശാലമായ സ്പെക്ട്രം കീടനാശിനികൾ മിന്നാമിനുകളെ നേരിട്ട് കൊല്ലുകയോ ചെറിയ പ്രാണികൾ, ഒച്ചുകൾ പോലുള്ള ഇരകളെ ഇല്ലാതാക്കുകയോ ചെയ്യുന്നു. മണ്ണിൽ വസിക്കുകയും മൃദുവായ ശരീരജീവികളെ ഭക്ഷിക്കുകയും ചെയ്യുന്ന ലാർവാ മിന്നാമിനുകൾ കൃഷിയിൽ നിന്നോ പുൽത്തകിട് സംസ്കരണത്തിൽ നിന്നോ ഉള്ള രാസവളങ്ങൾക്ക് പ്രത്യേകിച്ച് ഇരയാകുന്നു. നാലാമതായി കാലാവസ്ഥാ വ്യതിയാനമാണ്. താപനിലയിലെ മാറ്റങ്ങളും മഴയുടെ രീതികളും മിന്നാമിനുകളുടെ ജീവിതചക്രങ്ങളെ ബാധിക്കുന്നു. ചൂടുള്ളതും വരണ്ടതുമായ സാഹചര്യങ്ങൾ ലാർവകളുടെ അതിജീവന നിരക്ക് കുറയ്ക്കുന്നു. കാരണം അവയ്ക്ക് ഈർപ്പമുള്ള അന്തരീക്ഷം ആവശ്യമാണ്. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വരൾച്ച പോലുള്ള കടുത്ത കാലാവസ്ഥാ വികാസങ്ങൾ അവയുടെ ആവാസ വ്യവസ്ഥയുടെ സ്ഥിതി തന്നെ തടസ്സപ്പെടുത്തുന്നു. അഞ്ചാമതായി അമിത വിളവെടുപ്പാണ്. ചില പ്രദേശങ്ങളിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി മിന്നാമിനുകളെ ശേഖരിക്കുന്നുണ്ട്. ശാസ്ത്രീയ ഗവേഷണത്തിലോ ടൂറിസത്തിലോ ഉപയോഗിക്കുന്ന ലൂസിഫറേസ് എൻസൈം പോലുള്ളവയുടെ അമിത ശേഖരണം മിന്നാമിനുകളുടെ പ്രാദേശിക ജനസംഖ്യയെ തന്നെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സെഴ്സസ് സൊസൈറ്റി, ഫയർഫ്ലൈ ഓർഗ് എന്നിവ പോലുള്ള സംരക്ഷണ പഠനങ്ങളിൽ നിന്നുള്ള ഡാറ്റ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ പല പ്രദേശങ്ങളിലും ചില മിന്നാമിനുകളുടെ എണ്ണം 60 മുതൽ 90% വരെ കുറഞ്ഞു എന്നാണ്. ഒരൊറ്റ ഘടകം മാത്രം ഉത്തരവാദിയല്ലെങ്കിലും ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും പ്രകാശ മലിനീകരണവും കൂടിച്ചേർന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. കീടനാശിനി ഉപയോഗം കുറയ്ക്കുക, പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക, കൃത്രിമ വെളിച്ചം കുറയ്ക്കുക തുടങ്ങിയ ശ്രമങ്ങൾ അവയുടെ നാശത്തെ മന്ദഗതിയിലാക്കുന്നതിന് നിർണായകമാണ്. ഈയൊരു പ്രശ്നത്തെ പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കമന്റ് ചെയ്യും. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.